Hi students, good morning. Welcome to a Dream Classroom. Today we are discussing about Unit 3, The Other Women by Deena Mehta. Deena Mehta എഴുതിയിട്ടുള്ള Other Women എന്ന് പറഞ്ഞിട്ടുള്ള ഷോർട്ട് സ്റ്റോറിയാണ് നമ്മൾ ഇനി തേർഡ് യൂണിറ്റിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. Deena Mehta, introduction. Lives in Mumbai, India. She is a fiction editor in Weekly of India. Published 2 books of short stories. ആദ്യത്തത് ഫസ്റ്റ് വൺ ദ അതർ വിമൺ ആൻഡ് അതർ സ്റ്റോറീസ് 1981 പബ്ലിഷ് ചെയ്തിട്ടുള്ളത്. മിസ് മാനോൺ ഡിഡ് നോട്ട് ബിലീവ് ഇൻ മാജിക് ആൻഡ് അതർ സ്റ്റോറീസ് രണ്ടാമത്തെ ഷോർട്ട് സ്റ്റോറിയാണ് മിസ് മാനോൺ ഡിഡ് നോട്ട് ബിലീവ് ഇൻ മാജിക് ആൻഡ് അതർ സ്റ്റോറീസ് ട്ടോ. അത് 1993 പബ്ലിഷ് ചെയ്തിട്ടുള്ളത് കേട്ടോ. He translated into German, French and Japanese. ഫ്രഞ്ച്, ജർമ്മൻ, ജാപ്പനീസ് എന്നീ ലാംഗ്വേജുകളിലേക്ക് അദ്ദേഹം ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ട് അല്ലേ. അദ്ദേഹം ഒരു പ്ലേ എഴുതിയിട്ടുണ്ട്, അതായത് ഒരു നാടകം, ഡ്രാമ എഴുതിയിട്ടുണ്ട്. അതാണ് ബ്രൈഡ്സ് ആർ നോട്ട് ഫോർ ബേണിംഗ്. എന്താണ് ബ്രൈഡ്സ് ആർ നോട്ട് ഫോർ ബേണിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു നാടകത്തിന് ഒരു ഫസ്റ്റ് പ്രൈസ് വോൺ ചെയ്തിട്ടുണ്ട് അല്ലേ. പിന്നെ 2 നോവൽസ് എഴുതിയിട്ടുണ്ട്. സം ടേക്ക് എ ലവർ 1992 പബ്ലിഷ് ചെയ്തിട്ടുള്ളത്. 2003 പബ്ലിഷ് ചെയ്തിട്ടുള്ള മില ഇൻ ലവ് എന്ന് പറഞ്ഞിട്ടുള്ള 2 നോവലുകളും എഴുതിയിട്ടുണ്ട് അല്ലേ. Deena Mehta lives in Mumbai, India. She was fiction editor with the Illustrated Weekly of India from 1976 to 1982. She has published 2 books of short stories, The Other Women and Other Stories, and Miss Manon Did Not Believe in Magic and Other Stories. Then 2 short stories. Her stories have also appeared in Cosmopolitan, USA, and the London magazine Home and Gardens, UK, and have been translated into German, French, and Japanese. She has written prize-winning plays like Brides Are Not For Burning, which won first prize in BBC International Playwright Competition 1973. 1979 ഫസ്റ്റ് അവാർഡ് കിട്ടിയിട്ടുള്ളത്, ഫസ്റ്റ് പ്രൈസ് കിട്ടിയിട്ടുള്ള ദീന മേത്തയുടെ പ്ലേക്ക് കേട്ടോ. ആൻഡ് ഷീ ഓൾസോ ഡിസ്റ്റിങ്ക്യൂഷ്ഡ് herself as a playwright for radio and television. Deena Mehta was published 2 novels, Some Take a Lover and Meena in Love. ഈ 2 നോവൽസുകളാണ് ദീന മേത്ത എഴുതിയിട്ടുള്ളത് അല്ലേ. നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ദ അതർ വുമൺ പറഞ്ഞിട്ടുള്ള ഷോർട്ട് സ്റ്റോറിയാണ്. അത് പബ്ലിഷ് ചെയ്തിട്ടുള്ളത് 1981 ദ അതർ വിമൺ ആൻഡ് അതർ സ്റ്റോറീസ് എന്നുള്ള ബുക്കിൽ നിന്നാണ് ഈ ബുക്ക് എടുത്തിട്ടുള്ളത് കേട്ടോ. ഇറ്റ് ഈസ് ഹ്യൂമറസ് ആൻഡ് ഐറോണിക്കൽ. എന്താണത് ഈ ഒരു ഷോർട്ട് സ്റ്റോറി ദീന മേത്തയുടെ ദ അതർ വിമൺ പറഞ്ഞിട്ടുള്ള ഷോർട്ട് സ്റ്റോറി എങ്ങനെയാണ്? ഹ്യൂമറസും ആണ്, അതേപോലെ ഐറണിക്കലും ആണ് അല്ലെ. വിരോധാഭാസവും ഹാസ്യരൂപത്തിലുള്ള ഒരു റൈറ്റിംഗ് ആണ് ദ അതർ വിമൺ അല്ലേ. ഇതിലെ പ്രൊട്ടഗണിസ്റ്റ് എന്ന് പറഞ്ഞത്, അത് മെയിൻ ക്യാരക്ടർ പറഞ്ഞത് ആരാണ്? മകൻലാൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരാളാണ് പ്രൊട്ടഗണിസ്റ്റ് അല്ലേ. ഹീസ് വൈഫ്, അദ്ദേഹത്തിൻ്റെ വൈഫിൻ്റെ പേരാണ് വിമല. പ്രൊട്ടഗണിസ്റ്റ് ആയിട്ടുള്ള മകൻലാൽ ഒരു സ്ക്രിപ്റ്റ് റൈറ്ററാണ്. അദ്ദേഹം ഒരു റിച്ച് ആയിട്ടുള്ള ഒരു ആളാണ് കേട്ടോ. It is about the complex feelings and struggles faced by a wife when she discovers her husband's infidelity. ഈ ഒരു സ്റ്റോറി എന്ന് പറയുന്നത് it is about the complex feelings and struggles faced by the wife. ഒരു ഭാര്യ ഫേസ് ചെയ്യുന്ന ആ ഒരു കോംപ്ലെക്സ് ആയിട്ടുള്ള ഫീലിങ്സും അതേപോലെ സ്ട്രഗിൾസും ആണ് എങ്ങനെ when she discovers her husband's infidelity. അതായത് ഹസ്ബൻഡ് അവളെ ചീറ്റ് ചെയ്യാണ് എന്നുള്ള ആ ഒരു കാര്യം ഡിസ്കവർ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു വൈഫിൻ്റെ സ്ട്രഗിൾസും അതേപോലെ കോംപ്ലെക്സ് ആയിട്ടുള്ള ഫീലിങ്സിനെ പറ്റിയാണ് ഈ ഒരു സ്റ്റോറി ഉള്ളത്. ദ സ്റ്റോറി ഡൈവ്സ് ഇൻ ടു ദ വൈഫ്സ് ഇന്നർ ടെർമോയിൽ. സ്റ്റോറി ഡൈവ് ചെയ്യുന്നത് എന്തിലേക്കാണ്? ആ സ്ത്രീയുടെ അല്ലെങ്കിൽ ആ ഒരു ഭാര്യയുടെ, അദ്ദേഹത്തിൻ്റെ വൈഫായ വിമലയുടെ ഇന്നർ ടെർമോയിൽസ് എന്തൊക്കെയാണ്? അതൊക്കെ ഹെർ പെയിൻസ്, ആങ്കർ ആൻഡ് കൺഫ്യൂഷൻ അല്ലേ. ഇതിനെയൊക്കെ ഡൈവ് ചെയ്തുകൊണ്ടുള്ളതാണ് ഈ സ്റ്റോറി എന്ന് പറയുന്നത് അല്ലേ. ആസ് ഷീ ട്രൈസ് ടു കം ടു ടേം വിത്ത് ബീയിങ് റീപ്ലേസ്ഡ് ആൻഡ് ഗ്രാപ്പിൾസ് വിത്ത് ഹെർ ഐഡന്റിറ്റി ആൻഡ് സെൽഫ് വർത്ത്, ഇറ്റ് ഈസ് എ സെൻസിറ്റീവ് ലുക്ക് അറ്റ് ബിട്രയൽ, ലവ് ആൻഡ് ഇമോഷണൽ ആഫ്റ്റർമാത്ത് ഓഫ് ബീയിങ് ദ അതർ വിമൺസ് വിക്ടിം. എന്താണ് ഒരു
ഷീ ട്രൈസ് ടു കം ടു ടേം വിത്ത് ബീയിങ് റീപ്ലേസ്ഡ്. അവളെന്താണ് ആ ഒരു റീപ്ലേസ് ചെയ്യുക അല്ലെ, അവളെ മാറ്റി വേറൊരു സ്ത്രീക്ക് റിലേഷൻ ഉണ്ടെന്നുള്ള രീതിയിൽ തെറ്റിദ്ധരിക്കുന്നതല്ലേ ഈ സ്റ്റോറിയിലുള്ളത്. അപ്പം എന്താണ്, ഷീ ട്രൈസ് ടു കം ടു ടേം വിത്ത് ബീയിങ് റീപ്ലേസ്ഡ്. ആ ഒരു ടേമിലേക്ക് അവൾ എത്തിപ്പെടണം അല്ലേ, റീപ്ലേസ്ഡ് ആയി എന്നുള്ള ആ ഒരു ഇതിലേക്ക് എത്തിപ്പെടണം. ആൻഡ് ഗ്രാപ്പിൾഡ് വിത്ത് ഹെർ ഐഡൻറ്റിറ്റി, അവളുടെ ഐഡൻറ്റിറ്റിയിൽ അവൾ എന്താണ് ഗ്രാപ്പിൾ ആവുകയാണ്. ആൻഡ് സെൽഫ് വർത്ത്. ഇറ്റ് ഈസ് എ സെൻസിറ്റീവ് ലുക്ക് അറ്റ് ബിട്രയൽ. ഇതെന്താണ് ഒരു ബിട്രയൽ എന്ന് പറഞ്ഞാൽ വഞ്ചിക്കുക, ചതിക്കുക, അതിനൊക്കെ ഉള്ള ഒരു എന്താണ് സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു ലുക്ക് നമുക്ക്, ആ ഒരു കാഴ്ചപ്പാട് നമുക്ക് ഈ ഒരു ഷോർട്ട് സ്റ്റോറിയിൽ കാണാൻ കഴിയും. ആൻഡ് ഇമോഷണൽ ആഫ്റ്റർ മാത്ത് ഓഫ് ബീയിങ് ദ അതർ വിമൻസ് വിക്ടിം, ഷോയിങ് ഹൗ റിലേഷൻഷിപ്പ് ക്യാൻ ബി ഇൻറ്റൻസ്ലി കോംപ്ലിക്കേറ്റഡ് ആൻഡ് ഡീപ്പ് പേഴ്സൺ. എന്താണ് നമുക്ക് ഈ ഒരു അതർ വിമൺ എന്ന് പറഞ്ഞിട്ടുള്ള സ്റ്റോറിയിൽ എന്താണ് ഷോ ചെയ്യുന്നത്, ഹൗ റിലേഷൻഷിപ്പ് ക്യാൻ ബി ഇൻറ്റൻസ്ലി കോംപ്ലിക്കേറ്റഡ് ആൻഡ് ഡീപ്പ് പേഴ്സണൽ. ഇൻറ്റൻസിലായിട്ട് എങ്ങനെയാണ് ഈ ഒരു റിലേഷൻസ് എങ്ങനെ കോംപ്ലിക്കേറ്റഡും അതേപോലെ ഡീപ്പായിട്ടുള്ള കാര്യങ്ങളെന്ന് എങ്ങനെയാണെന്ന് കാണിച്ചു തരുന്ന ഒരു സ്റ്റോറിയാണ് ദ അതർ വിമൺ പറഞ്ഞിട്ടുള്ള സ്റ്റോറി അല്ലേ. The Other Women was published in the collection of short stories named after it, The Other Women and Other Stories, 1981. It is both humorous and highly ironical account of domestic strife between the protagonist and a highly ironical account of domestic strife between the protagonist Magan Lal and his wife. അല്ലേ, മകൻ ലാലും അവൻ്റെ വൈഫും തമ്മിലുള്ള ഒരു ഡൊമസ്റ്റിക് സ്ട്രൈഫാണ് ഈ ഒരു അതായത് വീട്ടിലുണ്ടാകുന്ന കുറച്ച് പ്രശ്നങ്ങളെ പറ്റിയാണ് ഈ ഒരു സ്റ്റോറി എന്ന് പറയുന്നത് കേട്ടോ. The story is a comment on shallow sophistication and a superficial understanding of aesthetic that is completely divorced from the actual and mundane reality of our life. Magan Lal is married man of 36 who suffer from insomnia or inability to sleep and is afraid of dark. എന്താണ് മകൻ ലാൽ എന്ന് പറഞ്ഞത്, എന്താണ് 36 വയസ്സുള്ള ഒരു മാരീഡ് ആയിട്ടുള്ള ഒരു പുരുഷനാണ് അല്ലേ. അദ്ദേഹം എന്താണ് ഇൻസോംനിയ സഫർ ചെയ്യുന്ന ഒരാൾ. അതായത് ഇൻസോംനിയ പറഞ്ഞാൽ ഇന്നബിലിറ്റി ടു സ്ലീപ്പ്, ഉറങ്ങാൻ കഴിയാത്ത ഒരവസ്ഥ, അതേപോലെ ഇരുട്ടിനെ പേടിക്കുന്ന ഈ ഒരു അവസ്ഥേനാണ് ഇൻസോംനിയ എന്ന് പറയാം. It is night and he was switched on all the lights in the house except for the room where his wife Vimala is ഫാസ്റ്റ് അസ്ലീപ്പ്. എങ്ങനെയാണ് രാത്രിയിൽ എന്താണ് അദ്ദേഹം എല്ലാ ലൈറ്റുകളും ഇട്ടേക്കും അല്ലേ, എവിടുത്തെ മാത്രമേ ഉണ്ടാകത്തുള്ളൂ, അദ്ദേഹത്തിൻ്റെ ഭാര്യ വിമല ഉറങ്ങുന്ന ആ ഒരു റൂമിലല്ലാത്ത ബാക്കി എല്ലാ സ്ഥലത്തെയും ലൈറ്റുകളും അദ്ദേഹം ഇട്ടേക്കും അല്ലേ. അപ്പോൾ ഹി ഈസ് അഫ്രൈഡ് ഓഫ് ഡാർക്ക്, അതുകൊണ്ടാണ് അങ്ങനെ ഇട്ട് വെക്കുന്നത് അല്ലേ. വിമല എന്ന് പറയുന്നതാണ് ഫാസ്റ്റ് അസ്ലീപ്പ്, പെട്ടെന്ന് ഉറങ്ങുന്ന തരത്തിലുള്ള ഒരാളാണ് അല്ലേ. He sits at his reading desk to work on his manuscript, but his thoughts are on his wife who has accused him for something serious and then has fallen asleep in the middle of his explanation. എന്താണ് ആ ഒരു വിമല എന്താണ് അദ്ദേഹം ആ ഒരു റീഡിംഗ് ഡെസ്കിൻ്റെ അടുത്ത് ഇരുന്ന് ഇങ്ങനെ ഓരോന്ന് മാനുസ്ക്രിപ്റ്റിൻ്റെ അടുത്ത് ഇരുന്ന് ഓരോന്ന് ആലോചിക്കുകയാണ് അല്ലേ. ഹിസ് വൈഫ് ഹു അക്യൂസ്ഡ് ഹിം സംതിങ് സീരിയസ്, അദ്ദേഹം എന്തൊക്കെയോ സീരിയസ് ആയിട്ടുള്ള കാര്യങ്ങൾ പറയുമ്പോൾ എന്താണ് അതിൻ്റെ ഇടയിൽ വൈഫ് കിടന്നുറങ്ങണം. അപ്പോൾ അതിനെപ്പറ്റി ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ് ആര്, മകൻ ലാൽ അല്ലേ. ദിസ് ട്രെയിൻ ഓഫ് ഹ്യൂമർ ഈസ് ഇന്റർപേഴ്സ്ഡ് വിത്ത് ദ മോസ്റ്റ് സീരിയസ് മൂമെന്റ് ത്രൂ ഔട്ട് ദ സ്റ്റോറി. എന്താണ് ഈ ഒരു കാര്യമാണ് എന്താണ് ഹ്യൂമറായിട്ട് ഈ ഒരു ത്രൂ ഔട്ട് ദ സ്റ്റോറിയിൽ നമുക്ക് കാണാൻ കഴിയുന്നത് അല്ലേ. വി ആർ ടോൾഡ് ദാറ്റ് ഹി ഹാഡ് മാരീഡ് 3 years ago and married to Vimla had shattered his fanciful image of docile wife, and also at the time of marriage people had suggested that he had won the hand of Vimla only due to his wealth, as Vimla's brother had squandered away his dead father's money, leaving the family destitute. എന്താണ് ഇവളെന്താണ് വിമല എങ്ങനെയാണ് മാരേജ് ചെയ്തിട്ടുള്ളത്, ഓൾസോ അറ്റ് ദാറ്റ് ടൈം ഓഫ് മാരേജ് പീപ്പിൾസ്, ആ ഒരു സമയത്ത് ആളുകൾ എന്താ പറയുക ഇയാളുടെ അതായത് മകൻലാലിൻ്റെ വെൽത്ത് കണ്ടിട്ടാണ് വിമല ഇദ്ദേഹത്തെ മാരേജ് ചെയ്തെന്നാണ് പറഞ്ഞത് അല്ലേ. അവൾക്കൊരു ബ്രദർ ഉണ്ട്, വിമല ഓൺലി ഡ്യൂ ടു ഹിസ് വെൽത്ത്, ആസ് വിമലാസ് ബ്രദർ ഹാഡ് സ്ക്വാൻഡഡ് അവേ ഹിസ്, അദ്ദേഹത്തിൻ്റെ മരിച്ചിട്ടുള്ള അച്ഛൻ്റെ മണി പൈസ ഒക്കെ എടുത്തിട്ടാണ് അവളുടെ അനിയൻ പോയിട്ടുള്ളത് അല്ലേ. മകൻ ലാൽ ഹവർ ഹാഡ് നോട്ട് പെയ്ഡ് അറ്റൻഷൻ ടു ദീസ് സ്റ്റോറീസ്. എന്താണ് ഈ ഒരു സ്റ്റോറീസിനൊന്നും അത്ര വലിയ ഇമ്പോർട്ടൻസ് അദ്ദേഹം കൊടുത്തിട്ടില്ല അല്ലേ മകൻ ലാൽ.
and he was proud of his success as a scriptwriter for 6 super hit movies, Hindi movies, and considered himself a brilliant writer. ഞാൻ പറഞ്ഞു നേരത്തെ അദ്ദേഹം ഒരു സ്ക്രിപ്റ്റ് റൈറ്ററാണ്. അദ്ദേഹം എന്താണ് അദ്ദേഹത്തിൻ്റെ ആ ഒരു റൈറ്റിംഗ്, സ്ക്രിപ്റ്റ് റൈറ്റിംഗിലെ സക്സസ്സിൽ വളരെയധികം പ്രൗഡായിട്ടുള്ള ഒരു ആളാണ്. ആൻഡ് he wrote 6 super hit Hindi movies, 6 സൂപ്പർ ഹിറ്റ് ഹിന്ദി മൂവീസ് അദ്ദേഹം എഴുതിയിട്ടുണ്ട് അല്ലേ. ആൻഡ് കൺസിഡേർഡ് ഹിംസെൽഫ് എ ബ്രില്യൻറ്റ്, അദ്ദേഹത്തെ സ്വയം എന്താണ് ഒരു ബ്രില്യൻ്റ് ആയിട്ടുള്ള ഒരു റൈറ്റർ ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത് അല്ലേ. മകൻലാൽ അഡ്മിറ്റ്സ് ദാറ്റ് ഹി സ്ക്രിപ്റ്റ് ആർ കോപ്പീസ് ഓഫ് Hollywood movies to which he added the right mix of all popular ingredients like comedy, fusion, music, dance and romance and action, but this does not to his mind take away anything for his brilliance. എന്താണ് അദ്ദേഹം അഡ്മിറ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ്. അദ്ദേഹം മറ്റുള്ള വേറെയുള്ള ഹിന്ദി അല്ലെങ്കിൽ ഹോളിവുഡ് മൂവീസിൽ നിന്നൊക്കെ കോപ്പി ചെയ്തിട്ടാണ് അദ്ദേഹം സ്ക്രിപ്റ്റ് എഴുതിയിരുന്നത്. അതിൽ എന്തൊക്കെ ഉണ്ടായിരുന്നു? പോപ്പുലർ ഇൻഗ്രീഡിയൻസ് ആയിട്ടുള്ള കോമഡിയും ഫ്യൂഷൻ മ്യൂസിക്കും ഡാൻസും റൊമാൻസും ആക്ഷൻസും ഒക്കെ ഉണ്ടായിരുന്നു അല്ലേ. എന്തായാലും എന്താണ്, ബട്ട് ഡസ് നോട്ട് ടു ഹിസ് അദ്ദേഹത്തിൻ്റെ മൈൻഡിൽ പക്ഷെ അതൊന്നുമില്ല. എന്താണ്, ടേക്ക് എവേ എനിത്തിങ് ഫ്രം ഹിസ് ബ്രില്യൻസ്. അദ്ദേഹത്തിൻ്റെ ആ ഒരു ബ്രില്യൻസിന് മാത്രമാണ് ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്നത്. അദ്ദേഹം വേറെയുള്ള അതൊന്ന് കോപ്പി ചെയ്തിട്ടാണ് എഴുതുന്നത്, അതിനൊരു ഇമ്പോർട്ടൻസും കൊടുത്തിരുന്നത്. അതിൽ വലിയ പ്രത്യേകിച്ച് എന്തെങ്കിലും കാര്യം ഉണ്ടെന്ന് അദ്ദേഹം വിശ്വസിച്ചിരുന്നില്ല അല്ലേ. ഹി ഈസ് പ്രൗഡ് ഓഫ് ഹിസ് ക്രിയേഷൻ. അദ്ദേഹം എന്താണ്, അദ്ദേഹത്തിൻ്റെ ആ ക്രിയേഷൻ, അദ്ദേഹത്തിൻ്റെ ആ ഒരു സ്ക്രിപ്റ്റ് റൈറ്റിംഗിൽ അദ്ദേഹം വളരെയധികം പ്രൗഡായിട്ടുള്ള ഒരാളാണ് അല്ലേ. ദ ക്യാരക്ടർ ഓഫ് ജിത് ഭാരതി പ്ലേഡ് ബൈ ദ ആക്ടർ നിഖിൽ ഫെർണാണ്ട് ഹു ഹാസ് ബിക്കം എ സൂപ്പർ സ്റ്റാർ ബിക്കോസ് ഓഫ് ഹിസ് സ്ക്രിപ്റ്റ്. അദ്ദേഹത്തിൻ്റെ സ്ക്രിപ്റ്റിലൂടെ ഫേമസ് ആയിട്ടുള്ള ഒരാൾ ആരാണ്? നിഖിൽ ഫെർണാണ്ടസ് അല്ലേ. ജിത് ഭാരതി പ്ലേ ചെയ്തിട്ടുള്ള നിഖിൽ ഫെർണാണ്ടസ് അദ്ദേഹത്തിൻ്റെ ആ ഒരു സ്ക്രിപ്റ്റിൽ വളരെയധികം ഫേമസ് ആയിട്ടുള്ള. ഇൻഫാക്ട് ഹി ഈസ് കോൺഷ്യസ് ഓഫ് എ സീരീസ് വിഷ് ടു പോസസ് നിഖിൽസ് ഗുഡ് ലുക്ക് അല്ലേ, വിച്ച് ഹി സസ്പെക്ട് ആൻഡ് ആർ അപ്രീഷിയേറ്റ് വിമല ടു. ഡെസ്പൈറ്റ് ഹെർ സ്ട്രോങ് ഡെനിയൽ, വിമലാസ് ബ്രദർ ഹവർ മേക്സ് ഫൺ ഓഫ് ഹിം. വിമലയുടെ ബ്രദർ എന്താണ്, വിമലയുടെ ബ്രദർ ഈ അദ്ദേഹത്തിൻ്റെ റൈറ്റിങ്ങിലും അദ്ദേഹത്തിൻ്റെ ആ ഒരു കാര്യങ്ങളിലൊക്കെ വളരെയധികം ഫണ്ണായിട്ടാണ് കാണുന്നത് അല്ലേ. അതൊരു തമാശ രൂപത്തിലാണ്, കളിയാക്കുന്ന രൂപത്തിലാണ് കണ്ടിരുന്നത് അല്ലേ. We are brought back to the fact that Maganlal is thinking about all this sitting in his desk with his manuscript. എന്താണ്, നമ്മൾ വീണ്ടും തിരിച്ച് ആ ഒരു മകൻലാലിലേക്ക് എത്തണം. അപ്പോൾ എന്താണ്, അദ്ദേഹം ഈ കാര്യങ്ങളൊക്കെ ആ മാനുസ്ക്രിപ്റ്റിൻ്റെ മുന്നിൽ നിന്ന് ഈ കാര്യങ്ങളൊക്കെ ചിന്തിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ് അല്ലേ. He tries one again to concentrate on his work, but his mind drift away into other thoughts. എന്താണ്, അദ്ദേഹം പിന്നെയും ആ ഒരു കോൺഷ്യസിലേക്ക് വരാം, അദ്ദേഹം വർക്കിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുമ്പോഴും അദ്ദേഹത്തിന് അത് കഴിയുന്നില്ല അല്ലേ. ആൻഡ് ഹിസ് മൈൻഡ് ഡ്രിഫ്റ്റ്, പിന്നെയും എന്താ മറ്റുള്ള തോട്ടുകൾ, മറ്റുള്ള ചിന്തകളിലേക്ക് അദ്ദേഹം വീണ്ടും വഴുതി പോവുകയാണ് അല്ലേ. ദ സ്റ്റോറി ഈസ് continued by relating Magellan's thought as he sits there. എന്താണ് ഈ സ്റ്റോറി, എന്താണ് ഈ സ്റ്റോറി മുഴുവനായിട്ട് കണ്ടിന്യൂ ചെയ്ത് ഈ ഒരു അപ്പാർട്ട്മെൻറ്റിൽ അല്ലെങ്കിൽ ആ ഒരു റൂമിൽ ആ ഒരു ഹാളിലുള്ള കാര്യങ്ങളാണ് ഈ ഒരു സ്റ്റോറിയിലുള്ളത് കേട്ടോ. ദ സ്റ്റോറി ഈസ് കണ്ടിന്യൂഡ് ബൈ റിലേറ്റിംഗ് മഗല്ലാൻഡ്സ് തോട്ട്സ്. അദ്ദേഹം അവിടെ ഇരുന്നുകൊണ്ട് തന്നെ ഈ ഓരോ കാര്യങ്ങൾ ചിന്തിക്കുന്നതാണ് ഈ സ്റ്റോറിയിൽ കണ്ടിന്യൂ ചെയ്ത് പോകുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. മഗല്ലാൻഡ്സ് friends often urge him to give more time to his family jewelry business than to his writing, and it is here that we come to know that the source of Magellan's riches is the jewelry business and not his successful script. എന്താണ്, മകൻലാലിൻ്റെ ഫ്രണ്ട്സൊക്കെ അഡ്വൈസ് ചെയ്യുന്നതിന് ഈ ഒരു സ്ക്രിപ്റ്റ് റൈറ്റിംഗ് വിട്ടിട്ട് ഒരു ഫാമിലിയിൽ നിന്ന് ഇൻഹെറിറ്റ് ചെയ്തിട്ടുള്ള ജ്വല്ലറി ബിസിനസ്സിൽ നോക്കി നടത്താൻ. അതിൽ നിന്നാണ് അദ്ദേഹത്തിന് പണം കിട്ടുന്നത് അല്ലേ. റിച്ച് ആയിട്ടുള്ള ഒരാളാണെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ അതിൽ നിന്ന് പണം കിട്ടുന്നത് ഈ ഒരു ജ്വല്ലറി എന്നാണ്, അല്ലാതെ അദ്ദേഹത്തിൻ്റെ ആ ഒരു സക്സസ്ഫുൾ ആയിട്ടുള്ള സ്ക്രിപ്റ്റിൽ നിന്നല്ല എന്നാണ് പറഞ്ഞത്. However, Magellan finds satisfaction and pleasure in writing the success of the movies, even though all the profit are minded by others. എന്താണ്, അദ്ദേഹം ഇങ്ങനെയൊക്കെ ആണെങ്കിൽ എന്താണ്, അദ്ദേഹത്തിൻ്റെ ആ ഒരു റൈറ്റിങ്ങിൽ അദ്ദേഹം ഒരു സാറ്റിസ്ഫാക്ഷനും പ്ലഷറും അദ്ദേഹം അനുഭവിക്കുന്നുണ്ട് അല്ലേ. റൈറ്റിംഗ്, മൂവി എഴുതുന്നതിലൊക്കെ അതിൻ്റെ സക്സസ്സിലൊക്കെ പ്രോഫിറ്റ് മറ്റുള്ളവർക്കാണെങ്കിലും അദ്ദേഹത്തിന് സ്വയം ഒരു പ്ലഷറും അതേപോലെ ഒരു സാറ്റിസ്ഫാക്ഷനും ഫീൽ ചെയ്യുന്നുണ്ട്. ഇറ്റ് ഈസ് ഓൺ ദിസ് സബ്ജക്ട് ദാറ്റ് ഹീ ആൻഡ് വിമല ഹാവ് എ ഹീറ്റഡ് ആർഗ്യുമെൻറ്റ്. എന്താണ്, ഈ ഒരു സബ്ജക്റ്റിൽ വിമലയും അദ്ദേഹവും നല്ലൊരു ആർഗ്യുമെൻ്റ് തന്നെ നടന്നിട്ടുണ്ട്. Vimala, with her degree in English literature, expresses her opinion that her husband's stories lack aesthetic depth. എന്താണ്, വിമല എന്ന് പറയുന്നത് എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഒരാളാണ്, ഇംഗ്ലീഷ് ലിറ്ററേച്ചറിൽ ഡിഗ്രി ഉള്ള ഒരാളാണ്. അതുകൊണ്ട് തന്നെ അവളുടെ ആ തരത്തിലുള്ള ഒരു ഈസ്തറ്റിക് ആയിട്ടുള്ള ഡെപ്ത് കാര്യങ്ങൾ
പറയുന്നുണ്ടല്ലേ, ആ എക്സ്പ്രസ് ചെയ്യുന്നുണ്ട്, ഒപ്പീനിയൻസ് എക്സ്പ്രസ് ചെയ്യുന്നുണ്ട്. എന്താണ് എക്സ്പ്രസ് ചെയ്യുന്നത്? ഹെർ ഹസ്ബൻഡ് സ്റ്റോറീസ് ലാക്ക് ഈസ്തെറ്റിക് ഡെപ്ത്. ഈസ്തെറ്റിക് ആയിട്ടുള്ള ഒരു ഡെപ്ത് ഇല്ല എന്നുള്ളതാണ് അവള് കണ്ടുപിടിച്ചിട്ടുള്ള ഒരു കാര്യം അല്ലേ. നോട്ടീസ് ദാറ്റ് വിമല ഡസ് നോട്ട് ആസ്ക് Maganlal to write something original or different, but to follow people like Satyajit Ray, Mrinal Sen, Samuel Beckett, who are admired for their artistic endeavor in filmmaking. എന്താണ് അവൾ പറയാണ്, നോട്ടീസിങ് ദാറ്റ് വിമല ഡസ് നോട്ട് ആസ്ക് മഗൻലാൽ ടു റൈറ്റ്. വിമല എന്താണ് എന്നാലും എന്താണ് പറയുന്നില്ല അല്ലേ, ഡസ് നോട്ട് ആസ്ക് മഗൻലാൽ ടു റൈറ്റ് സംതിങ് ഒറിജിനൽ ആയിട്ട് അല്ലെങ്കിൽ ഡിഫറെൻ്റ് ആയിട്ടുള്ള തരത്തിൽ എഴുതാൻ വേണ്ടി പറയുന്നില്ല. ആൻഡ് this point to that fact that Vimala's conditioning, part of which derives from her educational and part of her brother, has led her to respect and admire a particular kind of art and disdain others. എന്താണ് ഈ ഒരു പോയിന്റ്, ദിസ് പോയിന്റ് എന്ന് പറയുന്നത് എന്താണ്? ഈസ് ദാറ്റ് ഫാക്ട് ദാറ്റ് വിമലാസ് കണ്ടീഷനിങ്, വിമലയുടെ കണ്ടീഷനിങ്ങിലാണ്, പാർട്ട് ഓഫ് വിച്ച് ഡ്രൈവ്സ് ഹെർ എഡ്യൂക്കേഷനിൽ നിന്നും അത് അവളുടെ ബ്രദറിൽ നിന്നൊക്കെ വന്നിട്ടുള്ള ആ ഒരു കമൻറ്റുകളാണ് ഇതൊക്കെ അവളിലൂടെ വരുന്നത് അല്ലേ. Maganlal does not understand much of Vimala's critique on his work, but is very upset that his own wife should look down upon writing. He is so proud. എന്താണ് മകൻലാൽ അവൾ പറയുന്ന കാര്യങ്ങൾ, അവളുടെ ആ ഒരു ക്രിട്ടീക്കുകൾ, വിമർശനങ്ങളിലൊന്നും വലിയ ഒന്നും കാര്യമായിട്ട് മനസ്സിലാവണില്ല. പക്ഷെ എന്താണ്, അപ്സെറ്റ് ആണല്ലേ സ്വന്തം വൈഫ്. അയാൾ അത്രയും പ്രൗഡാണ് അയാളുടെ റൈറ്റിങ്ങിൽ. അപ്പോൾ ആ ഒരു പ്രൗഡായിട്ടുള്ള റൈറ്റിങ്ങിൽ വൈഫ് വളരെ ഡൗൺ ആണെന്ന് കാണുമ്പോൾ എന്താണ് അയാൾക്ക് അപ്സെറ്റ് തോന്നാൻ, മകൻലാലിന് അപ്സെറ്റ് ആവുകയാണ് അല്ലേ. ഹീ ഗിവ്സ് വെൻറ്റ് ടു ഹിസ് ഫ്രസ്ട്രേഷൻ ബൈ അസേർട്ടിങ് ദാറ്റ് ഹീ ഈസ് ദ മാസ്റ്റർ ഓഫ് ദ ഹൗസ്. എന്താണ് അദ്ദേഹം എന്താണ് ആ ഫ്രസ്ട്രേഷൻ തീർക്കുന്നത് എങ്ങനെയാണ്, ആ വീടിൻ്റെ മാസ്റ്റർ അദ്ദേഹമാണെന്നുള്ള രീതിയിലുള്ള തരത്തിലാണ് ആ ഒരു ഫ്രസ്ട്രേഷൻ തീർക്കുന്നത് അല്ലേ. and would do as he pleased. However, he is no longer able to write about Jit. ജിറ്റിനെ പറ്റി എഴുതാൻ കഴിയാത്ത സമയത്ത് എന്താണ്, because Vimala's criticism bring down his own dissatisfaction with the bumptious or conceited characters to the surface. This is how first loss അദ്ദേഹത്തിന് ഉറക്കം നഷ്ടപ്പെടാനുള്ള ആദ്യത്തെ കാരണം എന്ന് പറയുന്നത് ഇതാണ്. ദിസ് ഈസ് ഹൗ ഹി ഫസ്റ്റ് ലോസസ്. അങ്ങനെയാണ് അദ്ദേഹം ആ ഒരു ഉറക്കം നഷ്ടപ്പെടാനുള്ള കാരണം അല്ലേ. ആ ഒരു കാര്യങ്ങൾ ആലോചിച്ചിട്ട്, വൈഫിന് തൻ്റെ റൈറ്റിങ്സിലുള്ള ഇഷ്ടക്കേട് ആലോചിച്ചിട്ടാണ് ആ ഒരു ഉറക്കം നഷ്ടപ്പെട്ടു തുടങ്ങിയത്. After many days of restlessness following this incident, Maganlal decided to write a new kind of story on which Vimla could be proud of. എന്താണ് വിമലയ്ക്ക് പിന്നെ കുറേ ദിവസത്തിന് ആലോചനയ്ക്കൊക്കെ ശേഷം എന്താണ് അദ്ദേഹം വേറൊരു പുതിയ തരത്തിലുള്ള സ്റ്റോറീസ് എഴുതാൻ തീരുമാനിച്ചു അല്ലേ. അതെന്താണ്, അതിൽ വിമല പ്രൗഡ് ആയിരിക്കുന്നുള്ള അങ്ങനത്തെ തരത്തിലുള്ള എഴുതാൻ വേണ്ടി തീരുമാനിച്ചു അല്ലേ. ഹീ ബ്രിങ്സ് ഡിവോട്ടിങ് ഓൾ ഹിസ് ടൈം ടു ദിസ് സ്ക്രിപ്റ്റ് ആൻഡ് വർക്ക്സ് ലേറ്റ് അറ്റ് നൈറ്റ്. എന്താണ്, ഹി ബിഗിൻസ് ഡിവോട്ടിങ്, രാവും പകലും അദ്ദേഹത്തിൻ്റെ ആ ഒരു ഇങ്ങനത്തെ തരത്തിൽ അവൾക്ക് പ്രൗഡ് ആവുന്ന തരത്തിലുള്ള സ്റ്റോറീസ് എഴുതാൻ വേണ്ടി അദ്ദേഹം എല്ലാ സമയം ഡിവോട്ട് ചെയ്യണം അല്ലേ. മോർ ഓവർ, അൺലൈക്ക് ഹിസ് പ്രീവിയസ് വർക്ക് വിച്ച് ഹീ ഡിസ്കസ്ഡ് വിത്ത് വിമല, ഹീ കീപ്സ് സ്ക്രിപ്റ്റ്. ബാക്കിയുള്ള സ്ക്രിപ്റ്റുകളൊക്കെ എന്താണ് വൈഫുമായിട്ട് അദ്ദേഹം ഡിസ്കസ് ചെയ്തായിരുന്നു അല്ലേ. പക്ഷേ ഇതെന്താണ് അദ്ദേഹം ഡിസ്കസ് ചെയ്തിരുന്നത് സീക്രട്ട് ആയിട്ടായിരുന്നു എഴുതാൻ തീരുമാനിച്ചത് അല്ലേ, എഴുതിയിരുന്നത്. ദിസ് സ്റ്റോറി now take a most humorous and ironical twist when we are informed that Vimala mistakenly attribute Maganlal's changed behavior to assumption that he is having an affair with another woman. എന്താണ് ഇങ്ങനെ ഈ സ്ക്രിപ്റ്റിനെ പറ്റി എല്ലാ കാര്യങ്ങളും ഡിസ്കസ് ചെയ്തിരുന്ന സമയത്ത് ഈ ഒരു സ്ക്രിപ്റ്റ് പുതിയതായിട്ട് അവൾക്ക് പ്രൗഡ് ആവുന്ന തരത്തിൽ വേറെ രീതിയിൽ എഴുതാൻ ശ്രമിച്ചു. അതെന്താ, അത് സീക്രട്ടായി വെച്ചു. അതെന്താണ്, അത് അവളിൽ എന്താണ് ഒരു ഡൗട്ടാണ് ഉണ്ടാക്കിയെടുത്തത്. അത് മുതലാണ് എന്താ നമ്മുടെ സ്റ്റോറിയിൽ ഹ്യൂമറസും ഐറണിക്കലായിട്ടുള്ള ട്വിസ്റ്റ് വരാൻ തുടങ്ങിയത് അല്ലേ. അങ്ങനെ സീക്രട്ടായിട്ട് വെക്കുമ്പോൾ നമ്മളെ ബിഹേവിയറിൽ കുറേ ചേഞ്ചസ് വരും. അപ്പോൾ അത് അവളുടെ വിചാരിച്ചത് വേറെ റിലേഷൻ ഉണ്ട് എന്നുള്ള രീതിയിലാണ് വിചാരിച്ചിരുന്നത് അല്ലേ. അസംഷൻ ദാറ്റ് ഹി ഹാവിങ് എൻ അഫെയർ വിത്ത്. അപ്പോൾ എന്താണ് അവൾ അസ്യൂം വിചാരിക്കുകയാണ് എന്ത് വേറൊരു വിമണുമായിട്ട് അദ്ദേഹത്തിന് റിലേഷൻ ഉണ്ട് എന്ന്. ടു ആഡ് to the irony, Maganlal's confusion at this sudden charge convinced Vimala of his guilt and all his explanation fall off deaf ears. എന്താണ് അവള്
ഡഫ് ഇയേഴ്സ്, എക്സ്പ്ലനേഷനൊക്കെ എന്താണ് വെറുതെ ആയി എന്നാണ് ഓരോന്ന് പറഞ്ഞെങ്കിലും വെറുതെ ആയി. ദ സബ്സീക്വൻറ്റ് ഡേയ്സ് ആർ സ്പെൻഡ് വിത്ത് വിമല ട്രൈങ് ടു മേക്ക് മകൻലാൽ കൺഫസ് ടു ദ നെയിം ഓഫ് ദിസ് ഇമാജിൻഡ് അതർ വിമൺ ആൻഡ് ഹെർ മെത്തേഡ് ഓഫ് ഡൂയിങ് ഇൻവോൾവ് എവരിത്തിങ് ഫ്രം സെഡക്ഷൻ ടു പ്രയേഴ്സ്. എന്താണ് ഈ ഒരു ദിവസങ്ങളിൽ എന്താണ് വിമല ട്രൈ ചെയ്യാണ് എന്തിന് മകൻലാൽ ആ ഒരു അതർ വിമൺ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു സ്ത്രീയെ പറ്റി അല്ലെങ്കിൽ ആ ഒരു പേരിനെ പറ്റിയൊക്കെ വെളിപ്പെടുത്താൻ വേണ്ടി അവൾ ട്രൈ ചെയ്യാണ് അല്ലേ. ഇറ്റ് ഈസ് ദിസ് അറ്റ് ദ പോയിന്റ് വി റിയലൈസ് ദാറ്റ് ദ നൈറ്റ് വെൻ ദി സ്റ്റോറി ഓപ്പൺസ് ഹാസ് ഫോളോഡ് ജസ്റ്റ് വൺ സച്ച് എ ഡേയ്സ് ബിക്കറിങ് ബിറ്റ്വീൻ ദ ഹസ്ബൻഡ് ആൻഡ് വൈഫ്. എന്താണ് നമ്മൾ ഇറ്റ് ഈസ് അറ്റ് ദിസ് പോയിന്റ്, ഈ ഒരു പോയിന്റിൽ എന്താണ് ദാറ്റ് വി റിയലൈസ് ദാറ്റ് ദ നൈറ്റ് വെൻ ദിസ് സ്റ്റോറി ഓപ്പൺസ്, ഈ സ്റ്റോറി ഓപ്പൺ ചെയ്യുന്ന ആ ഒരു നൈറ്റിൽ എന്താണ് ഹിസ് ഫോളോഡ് ജസ്റ്റ് വൺ സച്ച് ഡേ ഓഫ് ബിക്കറിങ് ബിറ്റ്വീൻ ദ ഹസ്ബൻഡ് ആൻഡ് വൈഫ്. ഹസ്ബൻഡും വൈഫും തമ്മിലുള്ള ആ ഒരു ബിക്കറിങ് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് അല്ലേ. ദ സ്റ്റോറി നൗ brings us back to the present with Maganlal still sitting in his desk without having writing. എന്താണ് പിന്നെയും വീണ്ടും നമ്മളെ ആ ഒരു പ്രസൻറ്റിലേക്ക് കൊണ്ടുവരാണ്. എന്താണ് അദ്ദേഹം വീണ്ടും ആ ഒരു എഴുതാൻ വേണ്ടി ആ ഒരു അദ്ദേഹത്തിൻ്റെ മേശയിൽ ഇങ്ങനെ മാൻസ്ക്രിപ്റ്റിൻ്റെ മുന്നിൽ ഇങ്ങനെ ഇരിക്കുന്ന ആ ഒരു സീനിലേക്ക് വീണ്ടും കൊണ്ടുവരാണ് ഈ സ്റ്റോറി നമ്മളെ. ബട്ട് ഡോൺ ഈസ് അപ്രോച്ചിങ് ആൻഡ് ആർ ട്രൈഡ് ടു Maganlal return to his bedroom to sleep for few hours. എന്താണ് അദ്ദേഹത്തിന് പക്ഷേ എഴുതാൻ കഴിഞ്ഞില്ല. പിന്നെ എന്താണ് ഹി റിട്ടേൺസ് ടു ഹിസ് ബെഡ്റൂം, ഉറങ്ങാൻ വേണ്ടി ബെഡ്റൂമിലേക്ക് തിരിച്ചു വരികയാണ് അല്ലേ. ഹീ ഈസ് വോക്കൺ അപ്പ് ബൈ സൗണ്ട് ഓഫ് വോയിസ് ഫ്രം ദ ലിവിങ് റൂം. അപ്പം അങ്ങനെ അവിടുന്ന് എന്താണ് ആ ലിവിങ് റൂമിൽ നിന്ന് സൗണ്ടുകൾ കേട്ടിട്ട് അദ്ദേഹത്തിന് ഉറങ്ങാൻ കഴിയില്ല. അപ്പം നീറ്റ് വരികയാണ്. അപ്പോൾ ഒന്ന് നോക്കുമ്പോൾ എന്താണ് ഇറ്റ് ഈസ് സുനിൽ. ആരാണ് സുനിൽ? വിമലയുടെ അറോഗൻ്റ് ആയിട്ടുള്ള ബ്രദർ അല്ല. അറോഗൻ്റ് വിമലാസ് അറോഗൻ്റ് good for nothing brother who claims to disdain money in favor of higher things in life but often borrows it from his brother-in-law. Vimala leaves the two men alone talk. എന്താണ് വിമല അവരെ രണ്ടുപേരെ സംസാരിക്കാനായിട്ട് വിടുകയാണ് അല്ലേ. After making the rude joke about the fact that he had not thought a dull man like a Maganlal capable of having an affair with other വിമലയുടെ ബ്രദർ ആയിട്ടുള്ള സുനിൽ എന്താണ് അദ്ദേഹത്തെ കളിയാക്കണം അല്ലേ. ഇങ്ങനെ ഈ ഡൾ മാനെ പോലെയുള്ള മകൻലാൽ വേറൊരു വിമണമായിട്ട് റിലേഷൻ ഉണ്ട് എന്ന് പറഞ്ഞാൽ അത് കാപ്പബിൾ ആയിട്ടില്ല, അതിനുള്ള കാപ്പബിലിറ്റി ഒന്നും അദ്ദേഹത്തിന് ഇല്ല എന്നാണ് അവൻ കളിയാക്കിക്കൊണ്ട് പറഞ്ഞത് അല്ലേ. Incapable of swallowing such offensive behavior, Maganlal slapped Sunil and shouted that he would never leave the other women come with what may. എന്താണ് അങ്ങനെ പറയുമ്പോൾ ദേഷ്യത്തിൽ എന്താണ് അയാൾ ദേഷ്യം വന്നിട്ട് എന്താണ് മകൻലാൽ സുനിലിനെ ഒരടി കൊടുക്കുകയാണ്. ആൻഡ് ഷൗട്ട് ഉറക്കെ പറയാണ് ദാറ്റ് ഹി വുഡ് നെവർ ലീവ്, ഒരിക്കലും ആ ഒരു അതർ വിമൺ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു സ്ത്രീയെ എന്താ ഒരിക്കലും ഒഴിവാക്കില്ല എന്ന് ദേഷ്യത്തിൽ പറയുകയാണ് അല്ലേ. ഓഫ് കോഴ്സ് ദ അതർ വിമൺ ഡസ് നോട്ട് എക്സിസ്റ്റ്. പക്ഷെ എന്താണ് ഈ ഒരു അതർ വിമൺ എന്ന് പറഞ്ഞ ഒരു ആ ഒരു വൈഫിൻ്റെ മാത്രം സങ്കല്പത്തിലുള്ള ഒരാളാണ്. അങ്ങനെ അയാൾക്ക് അദ്ദേഹത്തിന് ആ ഒരു വേറെ റിലേഷൻ ഒന്നും ഉണ്ടായിരുന്നില്ല. ബട്ട് Maganlal വാണ്ട്സ് ടു മേക്ക് ഇറ്റ് ക്ലിയർ ദാറ്റ് ഹി വുഡ് നോട്ട് be dictated by the bastard like Sunil. Hearing this, Vimala comes running from the bedroom. ഈ ഒരു ഒച്ചയും ബഹളം കേട്ടപ്പോൾ വിമല ബെഡ്റൂമിൽ നിന്ന് ഇങ്ങോട്ട് വരികയാണ്. ആൻഡ് പ്ലീഡ് വിത്ത് Maganlal, ട്രൈയിങ് ടു ഹിസ് മകൻലാലുമായിട്ട് പ്ലീഡ് ചെയ്യാണ്, കാലിനെ പിടിച്ചിട്ട് കരയാണ്. ടേക്കൻ ബാക്ക്, Maganlal is about to help his wife when he realized that he must not give an opportunity to retaliation to Sunil. സുനിലിനെ റിറ്റാലിയേഷൻ ഒരു ഓപ്പർച്യൂണിറ്റിയും കൊടുക്കില്ല എന്ന് പറയുകയാണ് അല്ലേ. ഹി ഓർഡേഴ്സ് സുനിൽ ടു ലീവ് ദ ഹൗസ് ആൻഡ് ദെൻ ടേൺസ് ടു ഹിസ് അറ്റൻഷൻ ടു വിമല. അങ്ങനെ ആ ഒരു അവർ തമ്മിലുള്ള തർക്കത്തിന് ശേഷം അവന് സുനിലിനോട് വീട്ടിൽ നിന്ന് പോകാൻ പറയുകയാണ്. പിന്നെ എന്താണ് അവൻ്റെ അറ്റൻഷൻ അവൻ്റെ വൈഫായ വിമലയിലേക്ക് വരികയാണ്. ഇത്രയാണ് നമ്മളുടെ ദ അതർ വിമൺ എന്ന് പറഞ്ഞിട്ടുള്ള സ്റ്റോറി ഉള്ളത്. ഇത് അതർ വിമൺ എന്ന് പേര് തന്നെ ഉണ്ടല്ലേ. ആ ഒരു എന്താണ് ദ അതർ വിമൺ എന്നാണ് പേര്. എല്ലാ ഒരു ഒട്ടുമിക്ക സ്റ്റോറികളിലും നമ്മൾ ക്യാരക്ടേഴ്സിൻ്റെ പേരുകൾ അല്ലെങ്കിൽ പ്രൊട്ടഗണിസ്റ്റിൻ്റെ പേരുകളൊക്കെ ആയിരിക്കും. ദ അതർ വിമൺ എന്ന് കൊടുക്കുമ്പോൾ തന്നെ നമുക്കറിയാം അതിൽ എന്തൊക്കെയോ ഒരു ഇതുണ്ടെന്നല്ലേ. അതുകൊണ്ടാണ് അങ്ങനെ അതർ വിമൺ എന്ന് കൊടുക്കാൻ കാരണം. ആ ഒരു പേരൊന്നും കൊടുക്കാതെ അതർ വിമൺ എന്നല്ലേ പറയണത് ഈ സ്റ്റോറിയിൽ മുഴുവൻ. നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന കാര്യങ്ങൾ ക്യാരക്ടേഴ്സാണ് കേട്ടോ. മെയിനായിട്ട് ഇതിൽ 3 ക്യാരക്ടേഴ്സാണുള്ളത്. മകൻലാലിൻ്റെ വൈഫായിട്ടുള്ള വിമലയും വൈഫിൻ്റെ ബ്രദറായിട്ടുള്ള സുനിലും. ഈ 3 ക്യാരക്ടേഴ്സേ ഈ ഒരു സ്റ്റോറിയിൽ ഉള്ളൂ അല്ലേ. ഞാൻ ആദ്യം പറഞ്ഞു
കുറച്ച് ക്യാരക്ടേഴ്സേ ഷോർട്ട് സ്റ്റോറിയിൽ ഉണ്ടാവുള്ളൂ. നോവലുകളിലാണ് കൂടുതൽ സ്റ്റോറീസ് ക്യാരക്ടേഴ്സ് ഉണ്ടാവുക. In the present story, the character do not simply stand for individual but also represent types. എന്താണ് ക്യാരക്ടേഴ്സ് ഈ ഒരു സ്റ്റോറിയിൽ എന്താ നോട്ട് സിംപ്ലി സ്റ്റാൻഡ് ഫോർ ഇൻഡിവിജ്വൽ മാത്രമായിട്ട് സ്റ്റാൻഡ് ചെയ്യല, പക്ഷെ എന്താണ് ഓരോരുത്തർ റെപ്രസെൻറ്റ് ചെയ്യുന്നത് എന്താണ് ഓരോ ടൈപ്പിലാണ് അല്ലേ. ദിസ് മീൻസ് ഓതർ ഹാസ് യൂസ്ഡ് ഹെർ ക്യാരക്ടേഴ്സ് ടു റെപ്രസെൻറ്റ് പീപ്പിൾ ഓഫ് എ സെർട്ടിയൻ സോഷ്യൽ ബാക്ക്ഗ്രൗണ്ട് അല്ലേ. ഒരു പ്രത്യേക ഒരു സോഷ്യൽ ബാക്ക്ഗ്രൗണ്ടിലുള്ള ആൾക്കാരെയാണ് ദീന മേത്ത റെപ്രസെൻറ്റ് ചെയ്തിട്ടുള്ളത് അല്ലേ. ഫസ്റ്റ് എന്താണ് മകൻലാലിനെ പറ്റിയാണ് പറയാൻ പോകുന്നത്. മകൻലാൽ എന്ന് പറഞ്ഞത് ഈസ് എ റിച്ച് മാൻ, ഇൻഹെറിറ്റഡ് ഫാമിലി ജ്വല്ലറി ബിസിനസ് അല്ലേ. ഒരു 36 വയസ്സുള്ള ഒരു സമ്പന്നനായിട്ടുള്ള ഒരു മനുഷ്യനാണ് ആര് മകൻലാൽ. അദ്ദേഹം എന്താണ് അദ്ദേഹത്തിൻ്റെ ഫാമിലി എന്നുള്ള ഒരു ജ്വല്ലറി ബിസിനസ് ഇൻഹെറിറ്റ് ചെയ്തിട്ടുള്ള ഒരാളാണ് അല്ലേ. 36 വയസ്സാണ്. ഹീ ഈസ് എ സ്ക്രിപ്റ്റ് റൈറ്റർ ഫോർ ഹിന്ദി മൂവീസിന് വേണ്ടിയിട്ട് സ്ക്രിപ്റ്റ് എഴുതുന്ന ഒരാൾ കൂടിയാണ് ആര് മകൻലാൽ അല്ലേ. അദ്ദേഹത്തിൻ്റെ റൈറ്റിങ്ങിലായിരുന്നു കൂടുതൽ ഇഷ്ടം. ഒരു ജ്വല്ലറി ബിസിനസ് ആണെങ്കിൽ കൂടി അദ്ദേഹത്തിന് ഏറ്റവും കൂടുതൽ പ്ലഷറും സാറ്റിസ്ഫാക്ഷനും ഒക്കെ കൊടുത്തിരുന്നത് എന്തിനാണ് ഈ സ്ക്രിപ്റ്റ് റൈറ്റിങ്ങിലാണ്. അദ്ദേഹം വളരെയധികം പ്രൗഡും ആയിരുന്നു അല്ലേ. ഹീ ഈസ് എ സ്ക്രിപ്റ്റ് റൈറ്റർ ഫോർ ഹിന്ദി മൂവീസ്, ഡിവോട്ട് ഹിസ് ടൈം ടു റൈറ്റിംഗ്. ഒട്ടുമിക്ക സമയം അദ്ദേഹത്തിൻ്റെ എഴുത്തിന് വേണ്ടിയായിരുന്നു സ്പെൻഡ് ചെയ്തിരുന്നത് അല്ലേ. ഹി മാരീഡ് ഫോർ 3 years ബട്ട് ദേ ഹാവ് സം ഇഷ്യൂസ്. എന്താണ് അദ്ദേഹം 3 വർഷമായി കല്യാണം കഴിഞ്ഞിട്ട്, പക്ഷെ എന്താണ് അവർ തമ്മിൽ കുറേ പ്രശ്നങ്ങളുണ്ട്. സ്റ്റോറിയിൽ ഞാൻ ഡിസ്കസ് ചെയ്തില്ലേ പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്നൊക്കെ. അവൾ കുറച്ചും കൂടി എഡ്യൂക്കേറ്റഡ് ആണ്. അപ്പോൾ മകൻലാലിൻ്റെ റൈറ്റിങ്ങിൽ കുറേ പ്രശ്നങ്ങളൊക്കെ കണ്ടുപിടിച്ച് അങ്ങനെയുള്ള കുറേ ചെറിയ പ്രശ്നങ്ങൾ, പിന്നെ ഈ ഒരു റൈറ്റിങ് ഒളിപ്പിച്ച് പിടിച്ചത് കൊണ്ട് എന്താണ് അതൊരു വേറൊരു റിലേഷൻ ഉണ്ട് എന്നുള്ള രീതി, അങ്ങനെ കുറേ ഇഷ്യൂസ് അവർ തമ്മിലുണ്ട്. ഹി ഹാവ് ഇൻസോംനിയ. അദ്ദേഹത്തിന് ഒരു ഇൻസോംനിയ ഉണ്ട്. എന്താണ് ഡിഫിക്കൽട്ട് ടു സ്ലീപ്പ് ആൻഡ് ഫിയർ ഓഫ് ഡാർക്ക് അല്ലേ. ഉറങ്ങാൻ കഴിയാതെ ഒരവസ്ഥ, അതേപോലെ ഇരുട്ടിനെ പേടിക്കുന്ന ഒരു അവസ്ഥേനെയാണ് ഇൻസോംനിയ എന്ന് പറയാം. ഹി ഈസ് എ മൈൽഡ് മാൻ. അദ്ദേഹം എന്താണ് ഒരു മൈൽഡ് മാൻ ആണ് അല്ലേ. ഹി ഈസ് ഫാറ്റ് ആൻഡ് ബാൾഡിങ്. അദ്ദേഹം കുറച്ച് തടിച്ചിട്ടുള്ള ഒരാളാണ് അല്ലേ. ഹി വിഷസ് ടു ബി റെസ്പെക്റ്റഡ് ബൈ ഹിസ് വൈഫ്. എന്താണ് അദ്ദേഹം ആഗ്രഹിച്ചിരുന്നത് എന്താണ് അദ്ദേഹത്തിൻ്റെ വൈഫിനാൽ ബഹുമാനിക്കപ്പെടണമെന്ന് അദ്ദേഹം ആഗ്രഹിച്ചിരുന്നു അല്ലേ. ക്ലൈമാക്സിൽ എന്താണ് ഹി ഈസ് ഇൻ എ സ്റ്റേറ്റ് ഓഫ് എക്സ്ട്രീം ആങ്കർ. ഹി ഫാൾസ്ലി കൺഫെസസ് ഹി ഹാസ് എ റിലേഷൻഷിപ്പ് വിത്ത് അതർ വിമൺ. എന്താണ് ആ ഒരു ക്ലൈമാക്സിൽ ആ ഒരു അനിയൻ സുനിൽ വന്നിട്ടുള്ള ആ ഒരു സമയത്ത് എന്താണ് ആ ഒരു എക്സ്ട്രീം ആങ്കർ നമുക്ക് അദ്ദേഹത്തിൽ കാണാൻ കഴിയാണ് അല്ലേ. ആൻഡ് ഹി ഫാൾസ് തെറ്റായിട്ട് അദ്ദേഹം എന്താണ് കൺഫെസ് ചെയ്യണം അദ്ദേഹത്തിന് വേറൊരു റിലേഷൻ ഉണ്ട് എന്നുള്ള രീതിയിൽ. ഹി റെപ്രസെൻറ്റ് റിച്ച് അർബൻ ബിസിനസ് ക്ലാസ്. എന്താണ് അദ്ദേഹം റെപ്രസെൻറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ് ഒരു റിച്ച് ആയിട്ടുള്ള ഒരു അർബൻ ക്ലാസ്സിലുള്ള ആൾക്കാരുടെ ഒരു പ്രതിനിധിയായിട്ടാണ് മകൻലാലിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത് അല്ലേ. നെക്സ്റ്റ് നോക്കാൻ പോകുന്നത് അദ്ദേഹത്തിൻ്റെ വൈഫായ വിമലയാണ് കേട്ടോ. വിമല, യങ് ബ്യൂട്ടിഫുൾ ആൻഡ് ഇൻ്റലിജിബിൾ വിമൺ, ഡിഗ്രി ഇൻ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ. വിമല എന്ന് പറഞ്ഞത് എന്താണ് ഒരു യങ് ആയിട്ടുള്ള ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഇൻ്റലിജൻറ്റ് ആയിട്ടുള്ള ഒരു വിമണാണ്, സ്ത്രീയാണല്ലേ. അവൾക്ക് എന്താണ് ഇംഗ്ലീഷ് ലിറ്ററേച്ചറിൽ ഡിഗ്രി ഉള്ള ആളാണ് ആര് മകൻലാലിൻ്റെ വൈഫായിട്ടുള്ള വിമല. മാരീഡ് മകൻലാൽ ബിക്കോസ് ഓഫ് ഹി റിച്ച്. അദ്ദേഹം റിച്ച് ആയതുകൊണ്ട് മകൻലാലിനെ മാരി ചെയ്ത ഒരാളാണ് വിമല അല്ലേ. ഷീ ഈസ് ഇൻസെക്യൂർ ആൻഡ് ജലസ്. എന്താണ് അവൾക്ക് എന്താണ് ഒരു ഇൻസെക്യൂരിറ്റിയും അതേപോലെ ഒരു ജലസും ഒക്കെ ഫീൽ ചെയ്യണം. ആൻഡ് ഷീ സസ്പെക്ടിങ് ഹെർ ഹസ്ബൻഡ് ഹി ഈസ് ചീറ്റിങ് ഹെർ. എന്താണ് അവളുടെ ഹസ്ബൻഡിന് എന്താണ് സസ്പെക്ട് ചെയ്യണം, അതായത് ഡൗട്ട് ചെയ്യാണ് എന്തിനാ അവളെ ചീറ്റ് ചെയ്യുന്നുണ്ടെന്നുള്ള രീതിയിൽ അദ്ദേഹത്തെ സംശയിക്കുകയാണ് ആര് വിമല അല്ലേ. ഷീ ബിഹേവ് എക്സാക്ട്ലി ലൈക്ക് ക്ലീഷേ ഹീറോയിൻസ് മകൻലാൽ റൈറ്റ്സ്. എന്താണ് മകൻലാൽ എഴുതിക്കൊണ്ടിരിക്കുന്ന സ്റ്റോറീസിലെയൊക്കെ ഒരു ക്ലീഷേ ആയിട്ടുള്ള വൈഫിനെ പോലെയാണ് ആര് പെരുമാറുന്നത് വിമല അല്ലേ. ഷീ ബിഹേവ് എക്സാക്ട്ലി ലൈക്ക് ക്ലീഷേ ഹീറോയിൻസ് മകൻലാൽ റൈറ്റ്സ് അബൌട്ട് ഹെർ റിയാലിറ്റി ഈസ് ക്ലോസ്ഡ് ടു മകൻലാൽസ് ഫിക്ഷണൽ വേൾഡ്. എന്താണ് അവളുടെ ആ ഒരു റിയാലിറ്റീസ്, അവളുടെ ആ ഒരു ബിഹേവിയർ, അവളുടെ റിയൽ ആയിട്ടുള്ള ലൈഫൊക്കെ എന്താണ് മകൻലാലിൻ്റെ ഫിക്ഷണൽ വേൾഡിന്, അതായത് സാങ്കല്പികമായിട്ടുള്ള ആ ഒരു വേൾഡിന് എന്താണ് വളരെ ക്ലോസ് ആയിട്ടാണ് പറയുന്നത് അല്ലേ. ഷീ റെപ്രസെൻറ്റ്സ് പ്രിവിലേജ്ഡ് മിഡിൽ ക്ലാസ്
പ്രൈഡ് ഇൻ ദെയർ ഹൈ എസ്തറ്റിക് ടേസ്റ്റ് ആൻഡ് മോഡേൺ ലുക്ക്. എന്താണ് വിമലാന്റെ ക്യാരക്ടർ എങ്ങനെയാണ്, എന്തിലാണ് റെപ്രസെന്റ് ചെയ്യുന്നത്? മകൻലാലിന്റെ ക്യാരക്ടർ റെപ്രസെന്റ് ചെയ്യുന്നത് റിച്ച് അർബൻ ബിസിനസ് ക്ലാസ്സിലാണെങ്കിൽ ഷീ റെപ്രസെന്റ് പ്രിവിലേജ്ഡ് മിഡിൽ ക്ലാസ്, അതായത് അഭിമാനമുള്ള തരത്തിലുള്ള ഒരു മിഡിൽ ക്ലാസ് ആയിട്ടുള്ള ആൾക്കാരെയായിട്ടാണ് വിമല റെപ്രസെന്റ് ചെയ്യുന്നത്. പ്രൈഡ് ഇൻ ദർ ഹൈ എസ്തറ്റിക് ടേസ്റ്റ് ആൻഡ് മോഡേൺ ലുക്ക്, അവരുടെ മോഡേൺ ലുക്കിലും അതേപോലെ നല്ലൊരു എസ്തറ്റിക് ആയിട്ടുള്ള ടേസ്റ്റിലും പ്രൈഡ് ആയിട്ടുള്ള ആളാണ് ആര്? വിമല അല്ലേ. റെഫ്യൂസ് ടു അക്സെപ്റ്റ് ദർ റിയൽ ഫിയർ ആൻഡ് നീഡ്സ് ഇൻ എവറി ഡേ ലൈഫ്. നമ്മളെ റിയൽ ആയിട്ടുള്ള ഒരു പേടിയും അതേപോലെ റിയൽ ലൈഫിൽ വേണ്ട ആവശ്യങ്ങൾ എന്താണെന്നൊക്കെയുള്ളതിനെ അക്സെപ്റ്റ് ചെയ്യാൻ റിഫ്യൂസ് ചെയ്യുന്ന മടിക്കുന്ന തരത്തിലുള്ള ഒരു ക്യാരക്ടറാണ് ആര്? വിമല അല്ലേ. ഇത്രയാണ് വിമലയുടെ ക്യാരക്ടർ. ഇനി നോക്കാനുള്ളത് സുനിലിന്റെ ക്യാരക്ടറും കൂടിയാണ് കേട്ടോ. മകൻലാൽ, വിമല, സുനിൽ. നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സുനിലിന്റെ ക്യാരക്ടറാണ്. വിമലയുടെ ബ്രദറായ സുനിലിന്റെ ക്യാരക്ടർ. സുനിൽ ഈസ് ആൻ ഇറസ്പോൺസിബിൾ സെൽഫ് സെൻറ്റേർഡ് മാൻ. സുനിൽ എന്താണ്? ഒരു റെസ്പോൺസിബിൾ ആയിട്ടുള്ള സെൽഫ് സെൻറ്റേർഡ് ആയിട്ടുള്ള ഒരു മാൻ ആണ് അല്ലേ. സെൽഫിഷ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറുള്ള ഒരാളാണ് സുനിൽ എന്ന് പറഞ്ഞത്. സ്ക്വാൻഡേർഡ് എവേ ഫാമിലീസ് മണി അല്ലേ. എന്താണ് അച്ഛൻ മരിച്ച വിത്തിൻ എ ഇയർ, അച്ഛൻ മരിച്ചിട്ട് ഒരു വർഷത്തിനുള്ളിൽ തന്നെ അച്ഛൻ്റെയൊക്കെ അല്ലെങ്കിൽ ഫാമിലിയിലുള്ള ആ ഒരു സ്വത്തും പണമൊക്കെ സ്ക്വാണ്ടർ ചെയ്ത് കൊണ്ടുപോയ ആളാണ് ആര്? സുനിലിനെ. ഹിസ് റോൾ ഈസ് ദാറ്റ് ഓഫ് എ കാറ്റലിസ്റ്റ് ഇൻ മേക്കിംഗ് മകൻലാൽസ് ടെമ്പർ. എന്താണ് അദ്ദേഹത്തിൻ്റെ, അതായത് സുനിലിൻ്റെ റോൾ എന്ന് പറഞ്ഞത് എന്താണ്? മകൻലാലിൻ്റെ ടെമ്പർ ഇതാക്കാനുള്ളൊരു തരത്തിലുള്ള ഒരു രീതിയിലുള്ള ഒരു ക്യാരക്ടറാണ് ആരുടെ? സുനിൽ ലാലിൻ്റെ അല്ലേ. ദീന മേത്ത സുനിലിന് കൊടുത്തിട്ടുള്ള ആ ഒരു ക്യാരക്ടർ എന്താണ്? മകൻലാലിൻ്റെ ടെമ്പർ കൂട്ടാനുള്ള തരത്തിലുള്ള ഒരു ക്യാരക്ടറായിട്ടാണ് അദ്ദേഹത്തെ കൊടുത്തിട്ടുള്ളത്. മോക്ക് ചെയ്യുന്ന തരത്തിലുള്ള ഒരു ക്യാരക്ടറാണ് അദ്ദേഹത്തിൻ്റെ. മകൻലാലിൻ്റെ റൈറ്റിങ്ങിനെയും അതേപോലെ അയാളുടെ ബിഹേവിയറിലൊക്കെ ഉള്ള ഫിസിക്കൽ അപ്പിയറൻസിനെയൊക്കെ കളിയാക്കുന്ന തരത്തിലുള്ള ഒരു ക്യാരക്ടറാണ് സുനിലിൻ്റെ. ഇറ്റ് പാവ്സ് ദ വേ ടു റെസല്യൂട്ട് മകൻലാൽ ആൻഡ് വൈഫ്സ് കോൺഫ്ലിക്റ്റ് അല്ലേ. എന്താണ് ആ ഒരു സുനില് ലാസ്റ്റ് ഭാഗത്ത് കുറച്ച് അവർ രണ്ടുപേരുള്ള സംഭാഷണത്തിൽ മകൻലാലെ ദേഷ്യം പിടിച്ചതോടുകൂടി എന്താണ് ഉണ്ടായത്? ഇറ്റ് പാവ് ദ വേ ടു റെസൊല്യൂഷൻ ഓഫ് മകൻലാൽ ആൻഡ് ഹിസ് വൈഫ്. മകൻലാലും അതേപോലെ അദ്ദേഹത്തിൻ്റെ വൈഫും തമ്മിലുള്ള ആ ഒരു കോൺഫ്ലിക്റ്റ് ഇല്ലാതാക്കാൻ ഉള്ള ഒരു വഴി തെളിച്ചത് എന്താണ്? ഈ സുനിലിൻ്റെ ആ ഒരു ദേഷ്യം കൊണ്ട്, ആ ഒരു ദേഷ്യത്തിൽ മകൻലാലിനുണ്ടായ ആ ഒരു ടെമ്പർ കൊണ്ടാണല്ലേ അവർ രണ്ടാളും തമ്മിലുള്ള ആ ഒരു ദേഷ്യം ഇല്ലായത്. ഹി ടിപ്പിഫൈസ് ഹൈപ്പോക്രിറ്റിക്കൽ പീപ്പിൾ. എന്താണ്? സുനിൽ ഇങ്ങനെയുള്ള ഒരാളാണ്. സുനിൽ എന്ന് പറഞ്ഞത് ഒരു ഹൈപ്പോക്രിറ്റിക്കൽ പീപ്പിളാണ്. ഹു പ്രൊക്ലെയിം ദയർ ഓൺ ഗ്രേറ്റ്നെസ് ടു ദ വേൾഡ് ബട്ട് ലീവ് ദ ലൈഫ് ഓഫ് പാരസൈറ്റ് സബ്സിസ്റ്റിംഗ് ഓൺ ദ മേഴ്സി ഓഫ് അതേഴ്സ്. എന്താണ്? സുനിലിൻ്റെ ക്യാരക്ടർ എങ്ങനെയാണ്? ഇറ്റ് ടിപ്പിഫൈസ് ഹൈപ്പോക്രിറ്റിക്കൽ പീപ്പിൾ. ഒരു ഹൈപ്പോക്രിറ്റിക്കൽ പീപ്പിളായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത് അല്ലേ. എന്താണ്? ഹു പ്രൊക്ലെയിം ദെയർ ഓൺ ഗ്രേറ്റ്നെസ് ടു ദ വേൾഡ്. അവരുടെ മാത്രം ഗ്രേറ്റ്നെസ്സിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന തരത്തിലുള്ള ഒരാൾക്കാരാണ് ഹൈപ്പോക്രിറ്റിക്കൽ. പിന്നെ എന്താണ്? അവരൊരു പാരസൈറ്റ് ആണ് അല്ലേ. മറ്റുള്ളവരുടെ സഹായത്തിൽ ജീവിക്കുന്ന ഒരു പാരസൈറ്റ് ആയിട്ടാണ് സുനിലിനെ കൺസിഡർ ചെയ്യുന്നത് അല്ലേ. ഇത്രയാണ് സുനിൽ എന്ന് പറഞ്ഞിട്ടുള്ള ക്യാരക്ടറിനെ പറ്റി പറയാനുള്ളത്. 3 ക്യാരക്ടറുകൾ ഉണ്ടായിരുന്നുള്ളൂ. മകൻലാലിൻ്റെ വൈഫ് വിമല, വിമലയുടെ ബ്രദർ സുനിൽ കേട്ടോ. ഇനി എന്താണ് നമ്മൾ നോക്കാൻ പോകുന്നത്? ബാക്ക്ഗ്രൗണ്ടാണ്. ബാക്ക്ഗ്രൗണ്ട് എന്താണ്? ദ പ്രസൻറ്റ് സ്റ്റോറി ഈ സെറ്റ് ഇൻ എ റിച്ച് ഫ്ലാറ്റ് ഇൻ കണ്ടംപററി അർബൻ മുംബൈ. റിച്ച് ഫ്ലാറ്റിൽ, അതായത് മകൻലാൽ റിച്ച് ആണല്ലോ, അതുകൊണ്ട് തന്നെ എന്താണ് റിച്ച് ഫ്ലാറ്റിലാണ് ഈ ഒരു കാര്യങ്ങൾ, ഈ സ്റ്റോറി നടക്കുന്നത് അർബൻ മുംബൈയിൽ. സ്റ്റോറി ടേക്കൻ പ്ലേസ് ഇൻ ദ ബെഡ്റൂം. മോസ്റ്റ് ഓഫ് ദി സ്റ്റോറി നടക്കുന്നത് എപ്പോഴാണ്? ബെഡ്റൂമിൽ അല്ലേ. എന്താണ്? അദ്ദേഹം ആ ഒരു മാനുസ്ക്രിപ്റ്റിന് മുന്നിൽ ഇരുന്നിട്ട്, ആ ബെഡ്റൂമിൽ ഇരുന്നിട്ട് ഇങ്ങനെ എഴുതാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ പല ചിന്തകളിലേക്ക് പോവുകയാണ് അല്ലേ. ആ ഒരു ഇതാണ്, ആ ഒരു ബെഡ്റൂമിലാണ് മോസ്റ്റ് ഓഫ് ദ സ്റ്റോറി നടക്കുന്നത് അല്ലേ. ഒരുവിധം സ്റ്റോറി സംഭവിക്കുന്നത് എന്താണ്? ആ ഒരു സ്ഥലത്ത് നിന്ന് അവിടെ ഇരുന്ന് ഓരോ കാര്യങ്ങൾ ആലോചിക്കുന്ന തരത്തിലുള്ളതാണ് ഈ സ്റ്റോറിയിൽ മുഴുവൻ അല്ലേ. ക്ലൈമാക്സിൽ മാത്രമാണ് ഒരു ചേഞ്ച് വരുത്തുന്നത്. അപ്പോൾ ലിവിങ് റൂമിൽ ഇരുന്നിട്ട് വിമലയും സുനിലും സംസാരിക്കുന്നു. അത് കേട്ടിട്ട് മകൻലാൽ നീറ്റ് വന്ന് സുനിലും മകൻലാൽ തമ്മിലുള്ള കോൺവെർസേഷനും അവർ തമ്മിലുള്ള ആ ഒരു ദേഷ്യമൊക്കെയാണ് ആ ഒരു ലാസ്റ്റ് സീനിൽ കാണിക്കുന്നത്. അപ്പോൾ അതാണ് ബാക്ക്ഗ്രൗണ്ട് ആയിട്ടല്ലേ. പിന്നെ എന്താണ് ഇതിൽ കുറച്ച് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ടല്ലേ.
നോട്ടീസ് ഫ്യൂ ഫ്രേസസ് interspersed in the action like a dressing table stool, lace pillow and night light shaped like a tulip growing on the wall to describe the bedroom. അല്ലേ ബെഡ്റൂമിനെ ഡിസ്ക്രൈബ് ചെയ്യുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ. പിന്നെ എന്താണ് സ്വിവൽ ചെയർ ആൻഡ് ഗോൾഡ് ടോപ്പ് ഓഫ് ഹിസ് ഫൗണ്ടൈൻ പെൻ സ്റ്റഡി റൂമിനെ കാണിക്കുന്നതാണ്. ഗ്ലിറ്റ് എഡ്ജ്ഡ് മിറർ, ലെഗി ഡൈനിങ് സ്യൂട്ട് ചെയർ, ദിവാൻ കവേർഡ് വിത്ത് ന്യൂ പീകോക്ക് ബ്ലൂ ടാസ്പറി ആൻഡ് ഹെവി ബേഴ്സ് ഫിഗർ ഓഫ് നടരാജ ഇൻ ദ ലിവിങ് റൂം. ഇതൊക്കെ ഓരോരോ ആ ഒരു ഫ്ലാറ്റിലുള്ള ഓരോരോ റൂമുകളെയും പ്രസൻറ്റ് ചെയ്യുന്നതാണ് ഈ ഓരോരോ കാര്യങ്ങൾ അല്ലേ. ഓൾ ദീസ് ഫ്രേസസ് ഹാവ് ടു ബിൽഡ് എ ക്ലിയർ പിക്ചർ ഓഫ് ദ ഫ്ലാറ്റ് അല്ലെ. ആ ഒരു നമ്മുടെ മനസ്സിലേക്ക് ഈ ഒരു പിക്ചേഴ്സൊക്കെ എന്താ ഒരു ഫ്ലാറ്റിനെ പറ്റിയുള്ള ഒരു ക്ലിയർ പിക്ചർ നൽകുന്നത്. അപ്പോൾ എവിടെയാണ് ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നത് അർബൻ മുംബൈയിലുള്ള ഒരു റിച്ച് ആയിട്ടുള്ള ഒരു ഫ്ലാറ്റിലാണ്. ആ ഫ്ലാറ്റിൽ തന്നെ ബെഡ്റൂമിലും ലിവിങ് റൂമിലാണ് ഈ സ്റ്റോറി നടക്കുന്നത് അല്ലേ. നെക്സ്റ്റ് നോക്കാൻ പോകുന്നത് എന്താണ്, പ്രോ സ്റ്റൈലാണ് അല്ലേ. പ്രോ സ്റ്റൈലിൽ എന്താണ്, ദീന മേത്താസ് പ്രോ സ്റ്റൈൽ ഇൻ ദ അതർ വിമൻ ഈസ് മാർക്ക്ഡ് ബൈ ഇറ്റ്സ് ഹ്യൂമർ ആൻഡ് ഐറണി. എന്താണ് ദീന മേത്തയുടെ ദ അതർ വിമൻ എന്ന് പറഞ്ഞ സ്റ്റോറിയിൽ എന്താണ് ഹ്യൂമറും ഐറണിക്കലായിട്ടാണ് ഈ ഒരു സ്റ്റോറി നടക്കുന്നത് അല്ലേ. എന്താണ് ഹ്യൂമർ ആൻഡ് ഐറണി ഈസ് എ പവർഫുൾ ഡിവൈസ്. ഹ്യൂമറും ഐറണി എന്ന് പറയുന്നത് എന്താ ഒരു പവർഫുൾ ഡിവൈസ് ആയിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. ഹ്യൂമർ ഹൈലൈറ്റ് ദ അബ്സർഡിറ്റി ഓഫ് മാരിറ്റൽ കോംപ്ലിസൻസി ആൻഡ് ഇൻഫെഡിലിറ്റി. എന്താണ് ഹ്യൂമർ ഹൈലൈറ്റ് ചെയ്യുന്നത് എന്തിനാണ്, ദ അബ്സർഡിറ്റി ഓഫ് മാരിറ്റൽ കോംപ്ലസൻസിയും നമ്മളെ ദാമ്പത്യ ജീവിതത്തിലുള്ള കോംപ്ലസൻസിനും അതേപോലെ ഇൻഫെഡിലിറ്റിനെ ആ ഒരു വിശ്വാസവഞ്ചനേനെയൊക്കെ ഹൈലൈറ്റ് ചെയ്യുന്നതാണ് എന്ത് ഇതിലുള്ള ഹ്യൂമേഴ്സ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എ സ്ട്രെയിറ്റ് ഫോർവേഡ് ആൻഡ് വിവിഡ്. ഈ സ്റ്റോറി എന്ന് പറയുന്നത് എന്താണ് സ്ട്രെയിറ്റ് ഫോർവേഡും ആണ് അതേപോലെ വിവിഡും ആണ് അല്ലേ. നല്ല ഒരു വിശദീകരിച്ചിട്ടുള്ള തരത്തിലും അതേപോലെ എന്താണ് സ്ട്രെയിറ്റ് ഫോർവേഡും ആണ്. അതിൽ കുറേ ഐറണിക്കൽ ആയിട്ടുള്ള ഇൻസിഡൻറ്റ്സ് നടക്കുന്നുണ്ട്. എന്തൊക്കെയാണ്, ഫസ്റ്റ് ഐറണിക്കൽ ഇൻസിഡൻറ്റ് ഈസ് ദ ഫാളിങ് അസ്ലീപ്പ് ഓഫ് വിമല വെൻ മഗൻലാൽ ഈസ് ഓഫറിങ് എക്സ്പ്ലനേഷൻ. ആ ഒരു സംസാരത്തിൻ്റെ ഇടയിൽ വിമല ഉറങ്ങിപ്പോകുന്നതാണ് ഫസ്റ്റ് ഐറണിക്കൽ ഇൻസിഡൻറ്റ് എന്ന് പറഞ്ഞത്. സെക്കൻഡ് എന്താണ്, നെക്സ്റ്റ് ഈസ് ദ ഫാക്ട് ദാറ്റ് മഗൻലാൽ ഡസ് നോട്ട് ഫൈൻഡ് എനിത്തിങ് റോങ് ഇൻ imitating Hollywood movie but thinks of his stories as simple as synthesis of contrary trends and values. എന്താണ് രണ്ടാമത്തെ ഒരു ഐറണിക്കൽ ഇൻസിഡൻ്റ് ആയിട്ട് പറയുന്നത് എന്താണ്, മഗൻലാലിന് ആ ഒരു മറ്റേ ഹോളിവുഡ് മൂവീസിനെയൊക്കെ ഇമിറ്റേറ്റ് ചെയ്തിട്ടാണല്ലോ അദ്ദേഹം മൂവീസിനെ സ്ക്രിപ്റ്റ് ചെയ്തിരുന്നത്. അപ്പോൾ ആ ഒരു ഇമിറ്റേറ്റ് ചെയ്യുന്നതിന് മഗൻലാലിന് ഒരു പ്രശ്നവും തോന്നുന്നില്ല എന്നുള്ളതാണ് സെക്കൻഡ് ഐറണിക്കൽ ആയിട്ടുള്ള ഇൻസിഡൻറ്റ്. തേർഡ് എന്താണ്, മഗൻലാൽ സ്പെൻഡ് ടൈം സീക്രട്ടീവ്ലി റൈറ്റ് മാൻസ്ക്രിപ്റ്റ് അല്ലേ. ആ ഒരു വൈഫിനെ പ്രൗഡാക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ വൈഫിനെ ഒരു സർപ്രൈസ് ആക്കാൻ വേണ്ടിയിട്ട് സീക്രട്ടീവ് ആയിട്ടാണ് ആ ഒരു മാൻസ്ക്രിപ്റ്റ് പുതിയ തരത്തിലുള്ള രീതിയിൽ മാൻസ്ക്രിപ്റ്റ് എഴുതുന്നത്. അതെന്താണ് മഗൻലാലിനെ കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് എത്തിക്കുകയാണ് ചെയ്തത് അല്ലേ. ഫോർത്ത് വൺ എന്താണ്, ഇൻഫെഡിലിറ്റി മേക്ക് സുനിൽ തിങ്ക് മഗൻലാൽ സ്കോർഡ് എ പോയിന്റ് ഓവർ ഹിസ് സിസ്റ്റർ. എന്താണ് ആ ഒരു ഇൻഫെഡിലിറ്റിയിൽ, അതായത് ഇൻഫെഡിലിറ്റി എന്ന് പറഞ്ഞാൽ വിശ്വാസവഞ്ചന, അതിലെന്താണ് സുനിൽ ചിന്തിക്കുകയാണ് എന്ത്, മഗൻലാൽ സ്കോർഡ് എ പോയിന്റ് ഓവർ ഹിസ് സിസ്റ്റർ. അവൻ്റെ സിസ്റ്ററിനേക്കാൾ ഒരു പോയിന്റ് നേടി എന്നുള്ളത് ഒരു പരിഹാസ രൂപത്തിൽ സുനിൽ ആലോചിക്കുന്ന ഒരു കാര്യമാണ് അല്ലേ. ഫിഫ്ത്ത് എന്താണ്, ഇഫക്റ്റ് ഓഫ് മഗൻലാൽസ് ഫാൾസ് കൺഫെഷൻ. എന്താണ് ലാസ്റ്റായിട്ട് കണക്കാക്കുന്നത് എന്താണ്, മഗൻലാലിന് ദേഷ്യം വന്നിട്ട് സുനിലിനോടുള്ള ദേഷ്യം വന്നിട്ട് പറയുകയാണ് അങ്ങനെ ഒരു അതർ വിമൺ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ത്രീ ഉണ്ട്, ഞാൻ ഒരിക്കലും ലീവ് ചെയ്യില്ല അവളെ എന്നുള്ള ആ ഒരു ഫാൾസ് കൺഫെഷനാണ് ലാസ്റ്റായിട്ട് കൊടുക്കുന്ന ഐറണിക്കൽ ആയിട്ടുള്ള ഇൻസിഡൻറ്റ് എന്ന് പറയുന്നത് കേട്ടോ. ഓൾസോ നോട്ടീസ് ദാറ്റ് സ്റ്റോറി ഈസ് നോട്ട് ഓൾഡ് ഇൻ എ ലീനിയർ ഫാഷൻ. എന്താണ് സ്റ്റോറി പറയണത് എന്താണ് ഒരു ലീനിയർ ഫാഷനിലല്ല പറയണത് കേട്ടോ. പിന്നെ എന്താണ് യൂസ് ഓഫ് അഡ്ജക്റ്റീവ്സ് ഉണ്ട്. പിന്നെ ലാംഗ്വേജ് പ്രൊഡ്യൂസ്ഡ്, ഇതിലുള്ള ഓരോരോ ലാംഗ്വേജ് എന്താണ് ഹ്യൂമറസ് ആയിട്ടാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. പിന്നെ കുറേ അധികം ജക്സ്റ്റപ്പോസിഷൻസ് ഉണ്ട് ഇതിലല്ലേ, വിച്ച് മീൻസ് ദാറ്റ് ടു കോൺട്രാസ്റ്റിംഗ് തിങ്സ് ആർ പ്ലേസ്ഡ് ടുഗദർ. രണ്ട് കോൺട്രാസ്റ്റിംഗ് ആയിട്ടുള്ള തിങ്സിനെ ഒരുമിച്ച് കൊണ്ടുവരുന്ന തരത്തിലുള്ള ജക്സ്റ്റപ്പോസിഷൻസ് ഒക്കെ ഈ ഒരു സ്റ്റോറിയിൽ ദീന മേത്ത യൂസ് ചെയ്യുന്നുണ്ട് അല്ലേ. ഇത്രയാണ് പ്രോ സ്റ്റൈൽ ഓഫ് ദ അതർ വിമൺ ബൈ ദീന മേത്ത. ഇത്രയാണ് നമ്മളുടെ ഈ ദീന മേത്തയുടെ ഷോർട്ട് സ്റ്റോറി ആയിട്ടുള്ള ദ അതർ വിമൺ എന്ന് പറഞ്ഞിട്ടുള്ള സ്റ്റോറിയിലുള്ളത്, ചാപ്റ്ററിലുള്ളത്, തേർഡ് യൂണിറ്റിലുള്ളത്. ഇത്രയും കാര്യങ്ങൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ലൈവ് ക്ലാസ്സിൽ ക്ലിയർ ചെയ്യാം കേട്ടോ.